നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഉണ്ടായത്? അവന്തിക ഗർഭിണിയാണെന്നുള്ളത് സത്യം തന്നെയാണോ? അതെ. എന്നെ ഒന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. അവന്തിക ശരിക്കും ഗർഭിണി തന്നെയാ. ഇപ്പോഴെങ്കിലും മനസ്സിലായോ അവന്തിക ഗർഭിണിയാണെന്നും വെറുതെ പറഞ്ഞതല്ലെന്നും? ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത കേട്ടിട്ടും നിങ്ങളുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നെ? ഞാനെന്തോ നാടകം കളിക്കുവാണെന്നും ഇപ്പൊ ശരിയാക്കി തരാന്ന് വലിയ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞ് എന്റെ മുറിയിലേക്ക് കയറി വന്ന ആളാ സന്ധ്യ. പ്രഗ്നൻസി കാർഡിലെ 2 റെഡ് ലൈൻ കണ്ട് അവളൊന്ന് അന്താളിച്ചു, പിന്നെ തകരുകയും ചെയ്തു. ആ അത്യപൂർവ കാഴ്ച നേരിട്ട് കണ്ടിട്ടാ ഞാൻ ഈ നിൽക്കുന്നത്. സന്ധ്യയുടെ മുഖത്ത് ഞാൻ കണ്ടതിന്റെ 3 ഇരട്ടി തകർച്ച ഇപ്പൊ ഈ 2 മുഖത്തും കാണുന്നുണ്ട്. ഇങ്ങനെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ നായ്ക്കോലം കെട്ടിയതും നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്തൊക്കെ കുരച്ചതും. ഞാൻ ഗർഭിണിയല്ലാന്ന് പറഞ്ഞിടത്തൊക്കെ വെറുതെ ഞെട്ടി നിങ്ങളുടെ അനാവശ്യ സംശയത്തെ ഊട്ടി ഉറപ്പിച്ച് തന്നത് തന്നെയാ. അതെന്തിനാന്നറിയോ? ഇതുപോലെ സ്വപ്ന പരകോടിയിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാ. 10 മാസമാവുമ്പോ അവന്തിക പ്രസവിക്കും. ഞാനതിനെ വളർത്തും. എന്റെ ഉള്ളിലെ പക കുഞ്ഞിനെ പകർന്നു കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ അതിനെ വളർത്തും. പൊക്കിൾക്കൊടി ബന്ധം പോലെ ആവില്ലല്ലോ മറ്റൊന്നും. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് വെല്ലുവിളിക്കാൻ നിൽക്കരുതെന്ന്. നീ എന്ത് കരുതി? എന്നെയും തോൽപ്പിച്ച് നിനക്ക് ആയുഷ്കാലം ഈ വീട്ടിലെ ആരാധ്യ സ്ത്രീയായി വാഴാന്നോ? നിന്റെ ആ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അർച്ചനെ. നെല്ലിശ്ശേരി സേതുമാധവന്റെ മകന്റെ കുഞ്ഞിനെ പ്രസവിച്ച് നെല്ലിശ്ശേരിയുടെ പരമപദത്തിലേക്ക് അവന്തിക നടന്നു കയറുമ്പോ നീ ഉണ്ടാവണം അവന്തികയുടെ ആശ്രിത വത്സയായിട്ട്, എന്റെ കാൽച്ചുവട്ടിൽ എന്നെ അനുസരിച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.